ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഐഷസ് കിച്ചൺ. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് നല്ലൊരു ഡ്രിങ്ക് ആണ്. തേങ്ങാ വെള്ളം കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഡ്രിങ്ക്. നമ്മൾ സാധാരണയായിട്ട് നാട്ടിലാണെങ്കിലും അതുപോലെ ഗൾഫ് കൺട്രീസിലാണെങ്കിലും എല്ലാവരും തേങ്ങാ വെള്ളം വെറുതെ വേസ്റ്റ് ആക്കാറുണ്ട്. അപ്പോൾ ഇനി മുതൽ അങ്ങനെ വേസ്റ്റ് ആക്കണ്ട. ഇങ്ങനെ 2-3 ദിവസം നമുക്ക് അത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. എന്നിട്ട് ഗെറ്റ്സ് ഒക്കെ വരുമ്പോൾ ഇതുപോലെ പെട്ടെന്ന് നമുക്ക് അടിപൊളി ഡ്രിങ്ക് തയ്യാറാക്കി കൊടുക്കാം. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾ കണ്ടു നോക്കൂ, തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടാവും. പിന്നെ എനിക്ക് ഈ ഒരു റെസിപ്പി തന്നത് എൻ്റെ ഒരു റിലേറ്റീവ് ആണ്, പേര് സൽമ എന്നാണ്. താങ്ക് യു സൽമ. അപ്പോൾ നമുക്ക് ഈ റെസിപ്പി ഇങ്ങനെ നോക്കാം. അപ്പോൾ ഈ ഒരു ഡ്രിങ്ക് തയ്യാറാക്കാൻ നമുക്ക് മെയിനായിട്ട് വേണ്ടത് തേങ്ങാ വെള്ളം തന്നെയാണ്. ഞാനിപ്പോൾ ഒരു തേങ്ങയുടെ വെള്ളം മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇത് ഒരു അരക്കപ്പോളം ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതൊന്ന് അരിക്കയിലൂടെ അരിച്ചെടുക്കാം. പിന്നെ ഈ തേങ്ങാ വെള്ളം ആവശ്യത്തിന് മധുരമുണ്ട്. ചില തേങ്ങാ വെള്ളത്തിൽ അധികം മധുരം ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് ഒരുപാട് മധുരം ചേർത്ത് ഞാൻ ഈ തേങ്ങാ വെള്ളം നന്നായിട്ട് തണുപ്പിച്ച ശേഷമാണ് ഡ്രിങ്ക് തയ്യാറാക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ട്രെയിറ്റ് ആയിട്ട് തയ്യാറാക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഡ്രിങ്ക് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഇതിപ്പോൾ നന്നായിട്ട് തണുപ്പിച്ചിട്ടുള്ള തേങ്ങാ വെള്ളമാണ്. ഒരു 6 മണിക്കൂറോളം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച തേങ്ങാ വെള്ളമാണ്. ഇതിലേക്ക് മധുരത്തിനായിട്ട് ഞാൻ 2 ടേബിൾ സ്പൂണോളം പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നാലേ പെട്ടെന്ന് അതിൽ അലിഞ്ഞു കിട്ടുള്ളൂ. പിന്നെ വേണമെങ്കിൽ കുറച്ചുകൂടെ കൂടുതൽ ചേർത്ത് കൊടുക്കാം കേട്ടോ പഞ്ചസാര. പിന്നെ ഇതിലേക്ക് സോഡ ആവശ്യമുണ്ട്. 1/2 കപ്പ് തേങ്ങാ വെള്ളത്തിലേക്ക് 1/2 കപ്പ് സോഡ. അതാണ് ആ ഒരു മെഷർമെന്റ്. ഞാനിപ്പോ 1 ഗ്ലാസ് ഡ്രിങ്കിലേക്കുള്ള മെഷർമെന്റ് ആണ് ഇപ്പൊ പറഞ്ഞു തരുന്നത്. ആദ്യം തേങ്ങാ വെള്ളത്തിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ തേങ്ങാ വെള്ളം ഞാൻ എടുത്തത് അല്പം മധുരം ഉള്ളത് കൊണ്ട് ഞാൻ അധികം മധുരം ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ മധുരം ഇല്ലാത്ത തേങ്ങാ വെള്ളമാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ അതിലേക്ക് അല്പം കൂടി പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാം. അപ്പോൾ പഞ്ചസാര പൊടിച്ചത് നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. സെർവിങ് ഗ്ലാസിന്റെ ഒരു അരഭാഗത്തോളം ഈ ഒരു തേങ്ങാ വെള്ളവും പഞ്ചസാരയും കൂടി മിക്സ് ചെയ്തത് ചേർത്ത് കൊടുക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് സോഡ ഒഴിച്ചു കൊടുക്കാം. സോഡ തണുപ്പിച്ചത് എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ബാക്കിയുള്ള സ്പേസ് മൊത്തം കവർ ചെയ്യുന്ന രീതിയിൽ, അതായത് ഈ ഒരു ഗ്ലാസിന്റെ ടോപ്പ് വരെ സോഡ ഒഴിച്ചു കൊടുക്കണം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളുടെ ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട്. നല്ല സിമ്പിൾ ആയിട്ടുള്ള ഡ്രിങ്ക് ആണ്, നല്ല ടേസ്റ്റ് ആണ് കുടിക്കാൻ. ഇപ്പോൾ നാട്ടിലുള്ളവർക്ക് ഈ ഒരു ഡ്രിങ്ക് വേണമെന്ന് തോന്നുന്നില്ല, കാരണം അത്രയും തണുപ്പാണ് നാട്ടിൽ. പക്ഷേ നമ്മൾ ഗൾഫ് കൺട്രീസിലുള്ളവർ, പ്രത്യേകിച്ച് UAE-യിലുള്ളവർക്ക് ഭയങ്കര ചൂടാണെന്ന് കേട്ടു. ഞാനിപ്പോൾ നാട്ടിലാണുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും അവർക്ക് വളരെ റിഫ്രഷിംഗ് ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് ആവും ഇത്. തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. പിന്നെ ഈ ഒരു ഡ്രിങ്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇളനീർ വെള്ളം കൊണ്ട് തയ്യാറാക്കി നോക്കാം. എല്ലാവർക്കും ഇളനീർ വെള്ളം കിട്ടണമെന്നില്ല. അപ്പം അതുകൊണ്ടാണ് ഞാൻ തേങ്ങാ വെള്ളം കൊണ്ട് ഇത് തയ്യാറാക്കി കാണിക്കുന്നത്. പക്ഷേ ഇളനീർ വെള്ളം ഉണ്ടെങ്കിൽ അതാണ് കൂടുതൽ ടേസ്റ്റ് കേട്ടോ. ഇത് ടേസ്റ്റ് ഇല്ല എന്നല്ല കേട്ടോ. അപ്പം സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഡ്രിങ്ക് ആണ്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാ വീഡിയോസിലും പറയുന്നത് പോലെ തന്നെ ഈ റെസിപ്പീസൊക്കെ നിങ്ങൾ ട്രൈ ചെയ്തിട്ട് നിങ്ങൾ അതിൻ്റെ ഫീഡ്ബാക്ക്സ് അറിയിക്കാൻ വിട്ടുപോകരുത്. അതുപോലെ ഐഷാസ് കിച്ചൻ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക ഫ്രണ്ട്സുമായിട്ട്. പിന്നെന്താ, അപ്പോൾ അടുത്ത റെസിപ്പിയിൽ കാണാം. താങ്ക് യു. ഞാനിപ്പോൾ നാട്ടിലാണുള്ളത്. നാട്ടിൽ എൻ്റെ ഹസ്ബൻഡ് സിസ്റ്ററുടെ വീട്ടിലാണുള്ളത്. അവിടുത്തെ മഴയുടെ കാഴ്ച ഒന്ന് കാണാം നമുക്ക്.